ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് മന്നകളെ പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നേറേണ്ടതിന് ഏവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 5 വാക്യം വായിക്കുന്നു. യെശയ്യാവ് 31:5. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. പ്രിയരെ, ദൈവം തൻ്റെ ജനത്തെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാണ് ഈ പ്രവചന ഭാഗത്ത് യെശയ്യാവിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. തങ്ങൾ ആശ്രയിക്കുന്നവരെ, ദൈവമുഖത്തേക്ക് നോക്കുന്നവരെ കാക്കുവാൻ കഴിയുന്ന നല്ല ദൈവത്തെ ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുത്താം. ഈ 5 വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ പ്രവാചകൻ പറയുന്നത്, ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പറന്ന് ശത്രു ദൂരെ നിന്നെങ്കിലും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ആ പക്ഷിക്കൂടിനെയും കുഞ്ഞുങ്ങളെയും കാക്കുവാൻ മനസ്സ് വയ്ക്കുന്നത് പോലെ അങ്ങനെ ഇടവിടാതെ തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ, കാക്കുന്നത് പോലെ ദൈവം യെരുശലേമിനെ കാത്തുകൊള്ളും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരങ്ങളും ജീവിതത്തിന് നേരെ ഉണ്ടെങ്കിൽ, തകർത്ത് കളയുമെന്നും നശിപ്പിക്കുമെന്നും ശത്രു വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ പ്രത്യാശിക്കുവാനും ആശ്വസിക്കുവാനും നമുക്ക് വകയുണ്ട്. കാരണം എവിടെയെങ്കിലും അല്ല നമ്മൾ ജീവിക്കുന്നത്, കാക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിലാ. ഒരു പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നതിന് വേണ്ടി തന്നാലാവോളം ചെയ്യും. ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ആവോളം ചെയ്യുമെന്നല്ല. കാരണം ദൈവിക പ്രാപ്തിക്കും ദൈവിക അധികാരത്തിനും പരിധിയില്ലാത്തത് കൊണ്ട് ഉറപ്പായിട്ടും ഏത് വലിയ പ്രതിസന്ധിയിൽ നിന്നും എത്ര വലിയ പ്രശ്നങ്ങൾക്കകത്തും ചെന്ന് പെട്ടുപോകാതെ, അഥവാ അനർത്ഥവും ശത്രുവും ഇടിച്ചു കയറി വരാതെ കാവലായി വെളിപ്പെടുവാൻ കരുത്തുള്ള ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്, കാത്തുകൊള്ളും. തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്. ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? കടന്നു പോകുന്നത് സുരക്ഷിതമല്ലാത്ത അനുഭവങ്ങളിലൂടെയാണെങ്കിലും കാക്കുവാൻ ദൈവമുണ്ടെങ്കിൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ, കൂരിരുളിന്റെ അനുഭവങ്ങളിലൂടെ, നിരാശാജനകമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നീ എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട്, പ്രിയരെ, ഉയർച്ചയിലും താഴ്ചയിലുമെല്ലാം കൂടെ ഇരിക്കുന്ന, ചുറ്റി പറന്ന് കാക്കുന്ന ഒരു പക്ഷിയെ പോലെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപ എന്തിന്? കാക്കേണ്ടതിന്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഇസ്രായേലിൽ ഒരു പരിപാലകനുണ്ട്. എന്താ പ്രത്യേകത?
മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യാത്തവൻ. ഉറങ്ങുന്നില്ല എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ക്ഷീണം കൊണ്ട് കുറച്ച് സമയത്തേക്ക് പോലും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും കൃത്യനിർവഹണത്തിൽ നിന്നും ഒന്ന് മയങ്ങി പോകുക പോലും ചെയ്യാത്തവൻ, കരുത്തുള്ളവൻ, കഴിവുള്ളവൻ, ശ്രേഷ്ഠൻ, ഉന്നതൻ. ആ മഹാദൈവം പറയുകയാ, പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ആ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ ദൈവപ്രവർത്തികൾ കാണേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ അതിനെ കാത്ത് രക്ഷിക്കും. ശത്രുവിന്റെ കയ്യിൽ നിന്ന്, പ്രതികൂലമുള്ള ഇടത്ത് നിന്ന് കാക്കുക മാത്രമല്ല, രക്ഷിക്കുക കൂടെ ചെയ്യും. ആമേൻ. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ രക്ഷകൻ എന്നാണ്. ഏതവസ്ഥയിൽ നിന്നും, ഏതനുഭവത്തിൽ നിന്നും, എത്ര വലിയ തീച്ചൂളയ്ക്കകത്ത് നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ളവനാണ്. കാത്തു രക്ഷിക്കും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇലവാടി പോകാതെ തക്ക സമയത്ത് ഫലം കായ്ക്കത്തക്ക നിലയിൽ രക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നമുക്കറിയാം, അപ്പോസ്തലന്മാർക്ക് നേരെ കടുകട്ടിയായ പ്രതികൂലങ്ങൾ വെളിപ്പെട്ടപ്പോൾ, പ്രതിസന്ധികൾ ശുശ്രൂഷയ്ക്ക് നേരെ ഒരുമിച്ച് ഉയർന്നു വന്നപ്പോൾ രക്ഷകനായി ദൈവം വെളിപ്പെട്ടു. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം. തിരുവചനം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നു. ആമേൻ. കാക്കുകയും രക്ഷിക്കുകയും ചെയ്യും. മൂന്നാമത്തെ പദം എഴുതിയിരിക്കുന്നത്, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. നശിപ്പിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ശക്തികളുണ്ടെങ്കിൽ കാക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? പരിപാലിക്കും. ഈ പരിപാലനത്തിന്റെ ശ്രേഷ്ഠത അനുഭവിച്ചിട്ടുള്ളവർക്കായി സ്തോത്രം. പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നൽകുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം. കിട്ടേണ്ടത് അഥവാ നൽകേണ്ടത് തക്ക സമയത്ത് നൽകി ക്ഷേമത്തോടെ മുൻപിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ്. 3 പ്രധാനപ്പെട്ട പദങ്ങളാണ് ഈ 5-ാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, കാക്കും. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് രക്ഷിക്കും. മൂന്നാമത്തെ പദം അതിനകത്ത് എഴുതിയിരിക്കുന്നത് പരിപാലിക്കും. ആമേൻ. സ്നേഹനിധിയായ അമ്മ തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ, ആമേൻ, ഈ വാക്യത്തിനകത്ത് പറയുന്നു, ദൈവം തന്റെ ജനത്തെ പരിപാലിക്കും. ആവശ്യങ്ങളുടെ മുൻപിൽ കരഞ്ഞുകൊണ്ട്, ആവശ്യങ്ങളുടെ മുൻപിൽ ആകുലപ്പെട്ടുകൊണ്ട്. ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിന്റെ വിടുതൽ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. കാരണം ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഗൗരവമുള്ള 3 കാര്യങ്ങളാണ് 5-ാം വാക്യത്തിനകത്ത് പ്രവാചകൻ പറയുന്നത്. ദൈവം കാക്കും എന്ന് പറഞ്ഞാൽ ദൈവം സൂക്ഷിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവം കാത്ത് രക്ഷിക്കും. പ്രതിസന്ധികൾക്കകത്ത് ഒരു മാത്ര അകപ്പെട്ടു പോയാൽ ഇന്നായിരിക്കുന്ന അനുഭവങ്ങളിൽ ഇറങ്ങി വന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും.
നമുക്കറിയാം, സിംഹക്കൂട്ടിൽ നിന്നും, തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്നും, പൊട്ടക്കിണറ്റിൽ നിന്നും, മരുഭൂമിയിൽ നിന്നും, ശക്തന്മാരായ ശത്രുവിന്റെ കയ്യിൽ നിന്നും, പത്മോസിന്റെ ഏകാന്തതയിൽ നിന്നും, ആമേൻ, ദൈവം തന്റെ ജനത്തെ രക്ഷിച്ചിട്ടുണ്ട്. കപ്പൽ ഛേദത്തിൽ നിന്ന്, പ്രതിസന്ധികൾക്കകത്ത് പെട്ടുപോയ അനുഭവത്തിൽ നിന്ന്, യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന് ഒക്കെ ദൈവം തന്റെ ജനത്തെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ്. മൂന്നാമത്തെ പദം പരിപാലിക്കും. വേണ്ട സമയത്ത് വേണ്ടിയത് നൽകി തന്ന, അത്ഭുതകരമായി നടത്തുവാൻ മതിയായ കർത്താവ്. ഇന്ന് പകൽ ഈ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കാക്കുന്ന, രക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തെ ആമേൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ. തിരുകരം അനുകൂലമായി നീട്ടും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷിക്കുന്ന ദൈവമായി, കാക്കുന്ന ദൈവമായി, പരിപാലിക്കുന്ന ദൈവമായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം.